കഴിക്കുന്ന ശൈലി. പക്ഷെ ആ ഒരു പ്രശ്നത്തെയും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് ഉണ്ട് ഭക്ഷണം കഴിക്കുന്നിടത്ത്. നമ്മുടെ വായക്കകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉമിനീരിൻ്റെ ഗുണത്തെ നമ്മൾ പഠിക്കണം. അറിയാതെ കടന്നു ചെല്ലുന്ന വിഷങ്ങളെ വായക്കകത്ത് വെച്ച് ഇല്ലായ്മ ചെയ്യാൻ മാത്രം കഴിവ് അള്ളാഹു ഉമിനീരിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിക്കുന്ന പോലെ നന്നായി ചവച്ചരച്ച് ജ്യൂസ് പോലെ ആക്കണം. ഫോൺ പറയുന്നതിനിടയിൽ തിന്നാക്കി ഇതെങ്ങനെ ജ്യൂസാക്കാൻ കഴിയുക? ബുദ്ധിമുട്ട് അടുത്ത മറുപടി പറയാനല്ലേ. ഈ ചോദ്യം വലിയ കടുപ്പുള്ളതാണെങ്കിൽ വേഗം പുതുങ്ങിയിട്ട് നമ്മൾ സലാം പറയണ്ട നമ്മൾ കേട്ടിട്ടില്ലേ? ഭക്ഷണം കഴിക്കുന്നവനോട് സലാം പറയാൻ പാടില്ല. ഇയാളെന്താ ആ സമയത്ത് ഇസ്ലാം അല്ലാണ്ടാകുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഓനക്ക് ആ സമയത്ത് വായ തുറക്കാൻ പാടില്ല? വായ തുറന്നാൽ ഗ്യാസ്ട്രിക് ദഹന സംബന്ധമായ തകരാറ് വരും. വായ പൂട്ടി വെച്ച് ചവക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണശൈലി മാത്രം പഠിച്ചാൽ മതി ആരോഗ്യമുള്ള മനുഷ്യനാവാൻ. അത്ഭുതപ്പെട്ടുമല്ലോ ഉളു എടുത്ത് ഭക്ഷണം കഴിക്കുക. നമുക്ക് അൽഹംദുലില്ലാഹ് പലരും ഇശാ കഴിഞ്ഞ് ഉളു എടുത്തിട്ട് ഉണ്ടാവുക. അതിൻ്റെ ഗുണം വലിയ ഗുണമാണ്. ഇരുന്ന് ഭക്ഷണം കഴിക്കുക. പലഹാരമാണെങ്കിൽ 3 വിരൽ കൊണ്ടും ഇല്ലെങ്കിൽ 5 വിരൽ കൊണ്ടും മാത്രം ഭക്ഷണം എടുക്കുക. ചില ആളൊക്കെ ഇങ്ങനെ കുഴച്ചിട്ട് ഇവിടെയൊക്കെ പെയിൻ്റ് അടിച്ചാൽ മതി. എത്തപ്പോൾ കാട്ടണം ഇയാൾ മനുഷ്യൻ. ഇങ്ങനെയൊക്കെ ഇതൊക്കെ ആർത്തിയുടെയും ശൈത്താന്യത്തിൻ്റെയും ലക്ഷണം. ഇവിടെ അന്നാക്കൽ സൂക്ഷിക്കണം. ഇവിടെ പറ്റുന്നത് ഇങ്ങനെ ചെയ്യൽ ഏറ്റവും നല്ലത്. എല്ലാ ഭക്ഷണം ഇങ്ങനെ ഈ 3 ഫിംഗർ കൊണ്ട് എടുക്കലാണ്. ഇതുകൊണ്ട് മാത്രം എന്ത് നല്ല ശൈലിയാ. ഈ അവസാനം ഭക്ഷണം കഴിച്ച് വിരൽത്തുമ്പിൽ ഊറി നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എൻസൈമുണ്ട്. ഇതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിച്ച വിരൽ ഊമ്പടെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഈ സുന്നത്തിനെ ഇല്ലാണ്ടായി. നമ്മൾ എത്ര അന്നമായിട്ടാണ് പൈപ്പിൻ്റെ അടുത്തേക്ക് പോകുന്നത്. എത്ര അന്നം ഉണ്ടാവും ഇവിടെയൊക്കെ, എത്ര അന്നം ഉണ്ടാവും. എന്നിട്ട് അവസാനം ബർക്കത്തില്ല, കച്ചവടം പൊട്ടി. ഈ അന്നം കളയുന്നവർക്ക് കച്ചവടം പൊട്ടും. സുപ്രയിൽ അന്നം വേസ്റ്റ് ആക്കുന്നവർക്ക് കച്ചവടം പൊട്ടും. പിന്നെ കച്ചവടത്തിൽ ബർക്കത്തില്ല എന്നിട്ട് കാര്യമില്ല, കടം വീടൂല്ല. ഗൾഫിൽ ഞാൻ കണ്ട ചില പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. അന്നം വേസ്റ്റാക്കുന്നവർക്ക് ബുദ്ധിശക്തി കുറയും, ഹൃദയശക്തി കുറയും. ബുദ്ധിശക്തി എന്തായാലും കുറയും. വീണ ഭക്ഷണം എടുത്ത് കഴിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്താ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണശൈലി മാത്രം നമ്മളിങ്ങനെ ഫോളോ ചെയ്താൽ തന്നെ നല്ല ഹെൽത്തി ആയി ജീവിക്കാൻ പറ്റും. ആഴ്ചയിൽ ഒരു ഇറച്ചി കഴിക്കുക. അത് വെള്ളിയാഴ്ച ആയാൽ നന്നായി. നമ്മുടെ നാട്ടിൽ തമാശ പറയും, വെള്ളിയാഴ്ച ഇറച്ചിയിൽ ദീൻ ഇസ്ലാം എന്ന് പുറത്താണ്. ഇടയിലൊരു വമ്പം പറഞ്ഞു ഇപ്പം ഇന്ത്യയിൽ നിന്ന് പുറത്താവൂലേന്ന്. സാരമില്ല വിഷയം. പക്ഷേ വെള്ളിയാഴ്ച ഇറച്ചി കഴിച്ചാൽ ദീൻ ഇസ്ലാം എന്ന് പുറത്ത് തന്നെയാണ്. മെല്ലെ മെല്ലെ അവൻ്റെ ഇസ്ലാമിയത്ത് പോകും. കാരണം എന്താ, ആരോഗ്യം കുറയുന്നതിനനുസരിച്ച് ഇസ്ലാമിയത്ത് പോകും. ചില ആൾ രോഗം മാറാൻ കുഫറും ഷിർക്കും പൂജയും അമ്പലത്തിൽ കുട പിടിക്കൽ എന്തൊക്കെ കാട്ടണ്. കൊയിലാണ്ടി അമ്പലത്തിലെ ഉത്സവത്തിന് മുത്തുക്കുട പിടിച്ചാൽ കുഞ്ഞുണ്ടാവുന്ന ഒരു പെണ്ണുങ്ങളോട് പറഞ്ഞു. എന്തെല്ലാം അന്ധവിശ്വാസങ്ങളാണ്. കോട്ടത്തിൽ കൊണ്ടുപോയി വെളിച്ചെണ്ണ ഒഴിച്ചാൽ വയറ്റിൻ്റെ സൂക്കേട് മാറുന്നിട്ട് അങ്ങനെ എണ്ണ ഒഴിക്കുന്നവരുണ്ട്. നാദാപുരം ഭാഗത്തേക്ക് പിന്നെ വടകരയിൽ നിന്ന് ഉള്ളോട്ട് പോകുന്നൊരു കുട്ടിച്ചാത്തൻ സേവാ കേന്ദ്രത്തിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നവരിൽ കൂടുതലും പർദ്ദയിട്ട പെണ്ണുങ്ങളാണ്. നമുക്ക് വിഷയമല്ല. സാധാരണ രീതിയിൽ സൂക്കേട് മാറണില്ല. അപ്പം പിന്നെ ചാത്തനം കൊണ്ടുപോയി ഒഴിക്കുക തന്നെ വെളിച്ചെണ്ണ. നിങ്ങൾ ആ ഭാഗത്തേക്ക് പോകുന്നവരുണ്ട്. ഞാനധികം വയലിന് പോകുന്ന ഭാഗമാണ് ആ ഭാഗം. അപ്പോൾ ഒരു ദിവസം മഗ്‌രിബിൻ്റെ സമയത്ത് പോകുമ്പോൾ അവർ നിങ്ങളെ കൂട്ടർ കൂടുതലായിട്ട് വരുന്ന സ്ഥലമാണ്. അതിനൊരു മഹിമയാണ് നമ്മളാൾ കൂടുതൽ പോകാന്ന് പറഞ്ഞത്. എന്താ അപ്പോൾ അത് പോട്ടെ. അപ്പം ഓയിൽ ഫുഡ് ഞാൻ പറയണത് നമ്മൾ ഓയിൽ ശരീരത്തിന് ആവശ്യമുള്ളതാണ്. ഡെയിലി 5 മില്ലി സൈത്ത് ഓയിൽ കഴിക്കുന്നവർക്ക് നരമ്പ് സംബന്ധമായ രോഗം വരില്ല. നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതാണ്, നിങ്ങളിത് കുടിക്കുമോ? നിങ്ങൾ നാട്ടിലേക്ക് കൊടുത്താച്ചാൽ ടിന്നിന് തുരുമ്പ് പിടിച്ചിട്ട് പെണ്ണുങ്ങളിത് പുറത്ത് കളിന്നല്ലാണ്ട് മൂപ്പർ തൊടുവോ? ടാങ്കും നിടവും കൊടുത്താച്ചിനെ ടിന്ന് തീരും. പിന്നെ ഫോൺ വിളി വരും. ഇപ്പോൾ റമദാനായി ജിദ്ദേന്ന് പത്രത്തിൽ പരസ്യം വരും. 5 കിലോൻ്റെ നിടോയും വന്നോട്ടെ. ഞാൻ ഈത്തപ്പഴം കുറച്ച് കൂടുതൽ അയച്ചു കൊടുത്തത്. തൽക്കാലം നിടോ ഇപ്രാവശ്യം അയക്കണ്ട പോട്ടെ. കച്ചവടക്കാർക്ക് ദേഷ്യം പിടിക്കുമെന്ന് അറിയില്ല. ഇച്ചങ്കായിനെ പ്രസംഗിക്കാൻ കൊണ്ടുവന്നിട്ട് അല്ലേ. അപ്പം എണ്ണയല്ല പ്രശ്നം, മീനോ ഇറച്ചിയോ അല്ല പ്രശ്നം, അത് കഴിക്കുന്ന രീതിയാണ് പ്രശ്നമെന്ന് നമ്മൾ തിരിച്ചറിയാം. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഇറച്ചി നല്ലതാണ്. 70 ഗ്രാം വരെയാണ് അലൗഡ് തൂക്കം. ഇനി നല്ല ആഗ്രഹമുള്ളവർക്ക് ആഴ്ചയിൽ 2 തവണ ഇറച്ചി ആവാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലിയാണ് പറയുന്നത്. ആഴ്ചയിൽ 2 തവണ പറ്റും. അങ്ങനെ ആയാലുള്ള ഗുണം എന്താ പറയുക, നല്ല ശരീരം ഉണ്ടാവും, നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവും. എന്നതുപോലെ ആഴ്ചയിൽ 5 ദിവസം എണ്ണ ചേർത്ത ഭക്ഷണം കഴിക്കാം. 2 ദിവസം തീരെ എണ്ണയില്ലാത്ത ഫുഡ് കഴിച്ചാൽ മതി. 2 ദിവസം തീരെ 7 ദിവസത്തിൽ 2 ദിവസം തീരെ എണ്ണയില്ലാത്ത ഭക്ഷണം. ഇത് ഓക്കെ ആയി.
അതിന് 11 മാസം പട്ടിണി കിടന്ന് 11 മാസം തിന്ന് 1 മാസത്തെ നോമ്പൊന്നും എടുക്കേണ്ട. നോമ്പും ശരീരത്തിൻ്റെ ആരോഗ്യം തമ്മിൽ ഒരു ബന്ധവുമില്ല. അതൊക്കെ വെറുതെ കളവ് പറഞ്ഞുണ്ടാക്കണതാണ്. നോമ്പും നോമ്പിൻ്റെ ആരോഗ്യം അങ്ങനെ ഒരു വിഷയം തന്നെ ഇസ്ലാം ചർച്ച ചെയ്തിട്ടില്ല. സൂമു വ തസഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസ് പറഞ്ഞത് വേറെ വിഷയത്തിലാണ്, വേറെ റമദാൻ്റെ നോമ്പിലല്ല. റമദാൻ്റെ നോമ്പിലേ അല്ല. റമദാൻ്റെ നോമ്പ് ഹൃദയം നന്നാക്കാനുള്ള പരിപാടി. ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുള്ളവരായി തീരാൻ വേണ്ടി നോമ്പെടുത്തോളി. തലശ്ശേരി സന്തോഷ് ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞത് നിങ്ങളെ കൂട്ടർ ഏറ്റവും കൂടുതൽ പൈൽസും കൊണ്ട് വരുന്നത് നോമ്പ് കഴിഞ്ഞിട്ടാണെന്നാ. എന്നിട്ട് പറയും നോമ്പിന് ആരോഗ്യം ഉണ്ടാവും. എങ്ങനെയുണ്ട്? സന്തോഷ് ഹോസ്പിറ്റൽ കേട്ടില്ല തലശ്ശേരിയിൽ? നിങ്ങളെ കൂട്ടർ ഏറ്റവും കൂടുതൽ സൂക്കേടും കൊണ്ട് വരുന്ന മാസേപ്പ ശവ്വാൽ, പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ QNA. അപ്പം അൽഹംദുലില്ലാ കഴിക്കുന്ന രീതി ശ്രദ്ധിച്ചാൽ മതി. വുളുവോടുകൂടി കഴിക്കാൻ പറ്റുമെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതോടൊപ്പം ഇരുന്ന് കഴിക്കുക, വിരൽത്തുമ്പ് ശ്രദ്ധിക്കണം. 3 വിരലാണ്. അത്തിപ്പറ്റുസാക്കി ഇതന്നെ ശ്രദ്ധിക്കും. 5 വിരൽ വരെ പറ്റാമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പലഹാരമാകുമ്പോൾ 3 ഉപയോഗിക്കാൻ പറ്റൂ. എന്തായാലും 3 ഉപയോഗിക്കലാണ് കൂടുതൽ നല്ലത്. ഇത്തരം രീതികളുണ്ട്. വായക്കകത്ത് ഭക്ഷണം വെച്ചാൽ വായ തുറക്കാതിരിക്കണം. പലർക്കും ദഹനത്തിന് കംപ്ലൈൻറ്റ് പറ്റുന്നത് വായ തുറന്ന് വെച്ച് സംസാരിച്ച് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ ഓർമ്മിച്ച് നോക്കി, നിങ്ങളെങ്ങനെയാണ് തിന്നലെന്ന്, നിങ്ങളെങ്ങനെയാണ് ഭക്ഷണം കഴിക്കാറുള്ളത് എന്ന് നിങ്ങളാ ചിന്തിക്കണം. അപ്പോൾ വായൻ്റെ അകത്ത് ഭക്ഷണം വെച്ചാൽ 2 ചുണ്ടും പൂട്ടിയേക്കണം. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്നു ഭക്ഷണത്തിന് മുമ്പ് ഒരു നുള്ളു ഉപ്പ് കഴിക്കുക. പുതിയൊരു നാട്ടിൽ പോയാൽ ആ നാട്ടിൽ നിന്ന് ആദ്യം ഉള്ളി കഴിക്കണം എന്ന് പഠിപ്പിച്ചത് ഇസ്ലാമാണ്. എന്തൊരു അത്ഭുതകരമായ വാർത്തയാണിത്. നമ്മളൊരു നാട്ടിൽ പുതുതായി എത്തി, കേരളത്തിൽ നിന്ന് കർണാടകയിലേക്കോ മഹാരാഷ്ട്രയിലേക്കോ എത്തിയാൽ അവിടെ നിന്ന് നമ്മൾ ആദ്യം കഴിക്കേണ്ട ഭക്ഷണം ചെറിയ ഉള്ളിയാണ്. ഏറ്റവും നല്ല പ്രതിരോധ ശേഷി നൽകാൻ കഴിയുന്ന അമൂല്യമായ വസ്തുവാണ് ചെറിയ ഉള്ളി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ചീരുള്ളി എന്താ പറയുക ഇവിടെ? കുഞ്ഞുള്ളി, വെളുത്തുള്ളിയല്ല, ചീരുള്ളി. യെസ്, മനസ്സിലായല്ലോ അല്ലേ? അപ്പം ഈ ചെറിയുള്ളി കഴിക്കണം. ചെറിയുള്ളി ഇപ്പോൾ പനിയൊക്കെ വന്നാൽ നമ്മൾ കഞ്ഞി വെച്ച് കുടിക്കുമ്പോൾ അതിൽ ചെറിയുള്ളി ചേർത്ത് കുടിച്ചാൽ പനി പെട്ടെന്ന് പമ്പ കിടക്കും, നല്ല ആരോഗ്യം ഉണ്ടാവും. ചെറിയുള്ളി. അപ്പോൾ ഇത് ആദ്യം ഇത് ചവച്ചരച്ച് കഴിക്കുന്നതാണെങ്കിൽ ആ നാട്ടിലെ വെള്ളം, വായു, ഭക്ഷണം ഒന്നും നമ്മുടെ ശരീരത്തെ അപകടപ്പെടുത്തൂല. ഫുഡ് പോയിസൺ നമുക്ക് വരില്ല. ഇതൊരു പ്രിവെൻഷനാണ്, ഇതൊരു പ്രതിരോധമാണ്. നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുമൊക്കെ ചെയ്തോളി. നിങ്ങൾക്ക് അതിന് സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, വെന്തതും വേവാത്തതും ഒരുമിച്ച് കഴിക്കരുത്. പ്രവാസ ലോകത്ത് ഞാൻ കാണുന്ന ഒരു വലിയ പ്രശ്നം അതാണ്. വെന്തതും വേവാത്തൊക്കെ ഒന്നിച്ചിരിക്കും. ബിരിയാണിൻ്റെ കൂടെ കച്ചമ്പർ, എന്താണ് പറയാം, സലാഡുകൾ. സലാഡ് നല്ലതാണ്, കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാൻ നല്ലൊരു ഭക്ഷണമാണ് സലാഡ്. പിന്നെ ചെറിയുള്ളിയും ക്യാരറ്റും കുക്കുംബറും ഇത് 3ഉം കൂടി ചെത്തിയിട്ട് ചെറുനാരങ്ങ പിഴിഞ്ഞ് കുരു കളഞ്ഞിട്ട്, ചെറുനാരങ്ങയുടെ കുരു കളയണം, എന്നിട്ട് പിഴിഞ്ഞ് മിക്സ് ചെയ്തിട്ട് വെന്ത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഇത് കഴിച്ച് തീരണം.